വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കടക്കാൻ വെറും 3 ദിവസം മാത്രം ബാക്കി. ഈ 3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ LDF, UDF മുന്നണികൾ തീർത്തും പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുന്ന അവസരത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കടന്നു വന്നത്. ഇപ്പോൾ സർവത്ര രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നു, സ്വർണ്ണക്കൊള്ള ഒന്ന് നിറം മങ്ങി എന്നിരിക്കുന്നു. അതായത് LDFന് തെല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നു, കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയ രാഹുലിനെതിരെയുള്ള ആരോപണത്തിലെ ആദ്യത്തെ കേസിന് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ അവസരത്തിൽ കോൺഗ്രസ് തെല്ല് ഒന്ന് ആശ്വസിച്ചിരുന്ന അവസരത്തിൽ ഇതാ ഇപ്പോൾ രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് പറയുന്ന ജാമ്യം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും 15-ാം തീയതി അത് വാദം കേൾക്കാനായി മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് ഒന്ന് തെല്ല് ആശ്വസിച്ചതാണ്. അങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ വിഷയം ഇനി ചർച്ചയാകാതെ കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്ന് കരുതിയെങ്കിലും സെഷൻസ് കോടതി തിരുവനന്തപുരത്ത് രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിക്കില്ല എന്ന് പറയുന്നത് മറ്റൊരു വെട്ടിലേക്ക് വീണ്ടും കൊണ്ട് കോൺഗ്രസിനെ തള്ളിയിരിക്കുന്നു. അപ്പോൾ CPMന്റെ കാര്യം, അതായത് ഇടതുമുന്നണിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ രാഹുലിൻ്റെ വിഷയം ഇന്നലെ ഹൈക്കോടതിയിൽ പരിഗണിക്കാനായി വരുമ്പോൾ തന്നെ, അതായത് ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കാനായി വരും എന്ന് പരിഗണിക്കാൻ വന്നപ്പോൾ തന്നെ, അത് ഇന്നലെയാണ് വന്നത് ജാമ്യം അനുവദിച്ചത് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ. എങ്കിലും ശബരിമലയുടെ ഇടക്കാല റിപ്പോർട്ട് SIT അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് നൽകിയ അവസരത്തിൽ ഹൈക്കോടതി ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ലാതെ ഇനിയും ഉന്നതരുണ്ട്, അവരിലേക്ക് പോകണം, SIT അന്വേഷണ സംഘം ഇനിയും ഏത് ഉന്നതനെയാണെങ്കിലും പിടിക്കണം എന്ന് പറയുമ്പോൾ SIT എന്ന അന്വേഷണ സംഘത്തിന് മേൽ ഹൈക്കോടതി പ്രതീക്ഷ വയ്ക്കുന്നതോടൊപ്പം തന്നെ ഹൈക്കോടതി തന്നെ കരുതുന്നു ഇനിയും ഉന്നതർ പലരും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ട് എന്നുള്ള കാര്യം തീർത്തും ബോധ്യമാകുന്നു. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, തിരുവനന്തപുരം സെഷൻസ് കോടതി ഇപ്പോൾ രണ്ടാമത്തെ വിഷയത്തിൽ രാഹുലിന് ജാമ്യം അനുവദിക്കാതെ വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും വെട്ടിലാവുകയാണ്. അപ്പോൾ മറിച്ച് സ്വർണ്ണക്കൊള്ള വിഭാഗത്തിൽ ഏത് ഉന്നതൻ്റെ മേലും അന്വേഷണം വേണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുമ്പോൾ തന്നെ CPM, അതായത് 2018-19 കാലയളവിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SIT അന്വേഷണ സംഘത്തിൻ്റെ മേൽ അത്ര കണ്ട് സമ്മർദ്ദം ഉള്ളത് കൊണ്ട് ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ SITക്ക് മേൽ അതിസമ്മർദ്ദമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതുകൊണ്ടാണോ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിനെ, കടകംപള്ളി സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ഇനി ഏതൊരു ഉന്നതനെയാണോ SIT സംഘം ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടിരിക്കുന്നത് അവരെ ആരെയും ചോദ്യം ചെയ്യാത്തത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. മറ്റൊരു കാര്യം, വാസുവും പത്മകുമാറും മാത്രമല്ല, വന്നിരിക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും കാളും ഉന്നതർ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ട് എന്ന് കോടതി തന്നെ ധരിക്കുന്ന അവസരത്തിൽ SITക്ക് ഇതിൻ്റെ അന്വേഷണം ഊർജിതപ്പെടുത്തേണ്ടി വരും. മറിച്ച് ഈ വരുന്ന തദ്ദേശ ഇലക്ഷൻ വരെ എങ്കിലും CPMന്റെ ഒരു നേതാവിൻ്റെ പേരെങ്കിലും ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പേര് വരാതിരിക്കാൻ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും വരാതിരിക്കാൻ CPM ശ്രമിക്കുമ്പോൾ വരുന്ന തദ്ദേശ ഇലക്ഷൻ വരെയെങ്കിലും, ഇനി അടുത്ത രണ്ടാമത്തെ കേസിൽ വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി രാഹുൽ വരുന്നത് വരെയും പിടികൊടുക്കാതെ പോകാൻ രാഹുൽ ശ്രമിക്കുകയും അഥവാ അദ്ദേഹത്തിനെ പിടിക്കാനായി ശ്രമിച്ചാൽ അല്ലെങ്കിൽ പിടിച്ചാൽ അത് തങ്ങൾക്ക് നേട്ടമാകാൻ, അതായത് രാഹുലിന് പിറകെ ഇനിയും അന്വേഷണ സംഘം തുടരും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കാതിരുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസമോ അല്ലെങ്കിൽ അതിനു മുന്നെയോ രാഹുലിനെ പിടിക്കാൻ അതിതീവ്ര ശ്രമം നടത്താൻ ഈ പറയുന്ന പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ശ്രമിക്കും. മറിച്ച് രാഹുലിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇനി കടകംപള്ളി സുരേന്ദ്രനെയല്ല മറ്റൊരു ഉന്നതനെ SIT അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോലും തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും വിളിക്കാതിരിക്കാൻ SIT സംഘത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണോ
അതുകൊണ്ടാണോ SIT അടുത്തൊരു പേരിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്നത് എന്ന ഒരു സംശയം പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ?